ജോൺ ബ്രിട്ടാസിനെ അപമാനിച്ച സംഭവത്തിൽ രാജ്യസഭ പ്രക്ഷുബ്ധമായി. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവെച്ചു. ഒരുപാട് മണിക്കൂറുകൾ ബഹളത്തിലേക്ക് പോയി. ജോൺ ബ്രിട്ടാസിനെ അപമാനിക്കുന്ന സ്വരത്തിൽ ലുങ്കിവാല എന്ന് ഒരു BJP MP സുസ്മിത, പഴയ TMC എന്ന് വന്ന സുസ്മിത വിളിച്ചു എന്നാണ് അതിശക്തമായ രീതിയിൽ വാദപ്രതിവാദങ്ങൾക്കും പോരിനുമൊക്കെ കാരണം. നമുക്കതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഇന്ത്യക്കാരും മനുഷ്യരുമാണ്. നമ്മളെല്ലാം ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. ബഹുമാനത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരാമർശിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അപമാനിക്കാനായോ അധിക്ഷേപിക്കാനായോ ഡീമീൻ ചെയ്യാനായോ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഉദാഹരണം, ഷാറൂഖിന്റെ ഏറ്റവും ഫേമസ് സോങ് ആണ് ലുങ്കിവാല സോങ്, ലുങ്കി ഡാൻസ് എന്ന് പറയുന്ന സോങ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദരവോടുകൂടിയാണ് സൗത്ത് ഇന്ത്യക്കാരെ കാണിച്ചിരിക്കുന്നത്. ദീപിക പദുക്കോൺ സൗത്ത് ഇന്ത്യക്കാരിയാണ്. അത് രജനീകാന്തിന് വേണ്ടിയുള്ള ട്രിബ്യൂട്ടാണ്. ആ രീതിയിൽ പോസിറ്റീവ്ലി ലുങ്കി എന്ന പദമോ അല്ലെങ്കിൽ ലുങ്കി ഡാൻസ് എന്ന പദമോ അല്ലെങ്കിൽ മദ്രാസി എന്ന പദമോ പോസിറ്റീവായി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ നെഗറ്റീവായി, വംശീയമായി, വിദ്വേഷത്തിനടിസ്ഥാനമായി യൂസ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. എല്ലാ സൗത്ത് ഇന്ത്യക്കാർക്കും വേണ്ടി അതിശക്തമായ രീതിയിൽ ജോൺ ബ്രിട്ടാസ് സാർ ഇടപെടുകയും ചെയ്തു. അത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ രാജ്യസഭ പ്രക്ഷുബ്ധമായി എന്ന് തന്നെ പറയാം. നമുക്ക് ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകൾ തന്നെ ആദ്യം ഒന്ന് കേൾക്കാം. ഞാൻ ഇന്ത്യക്കാരനും സൗത്ത് ഇന്ത്യക്കാരനും മലയാളിയുമാണ്. ഈ വി ഓൾ ആർ ഇന്ത്യൻസ് ഉള്ളി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യക്കാരോട്, മുസ്ലിങ്ങളോട്, പിന്നോക്കക്കാരോട് വിവേചനം കാണിക്കുന്നതിൽ അർത്ഥമില്ല. വി ആർ ഓൾ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിനോട് ഒരുമിച്ച് നിൽക്കണം. ഞാൻ മലയാളത്തെയും മലയാള ഭാഷയും സംസ്കാരത്തെയും ആഹാര രീതിയെയും ഡ്രസ്സിനെയും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യും. നമ്മുടെ ഭരണഘടന നമ്മുടെ ഡൈവേഴ്സിറ്റി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. സുസ്മിത എന്ന് പറയുന്ന മെമ്പർ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കണ്ടിന്യൂസ്ലി ഡിസ്റ്റർബ് ചെയ്യുകയാണ്. സംവാദങ്ങളൊക്കെ ഓക്കെയാണ്. She repeatedly called me Lungiwala. She is making allegation against one of the members. അവരുടെ പ്രക്ഷോഭമായി കിരൺ റിജു അടക്കമുള്ള മന്ത്രിമാർ ഇടപെട്ടു. 2 ഭാഗത്തിന്റെയും സ്റ്റേറ്റ്മെന്റ്സ് വെക്കാൻ അവസരം നൽകണം എന്ന് പറയുകയുണ്ടായി. എന്തായാലും ഓൺ റെക്കോർഡാണ് ഇത് പറഞ്ഞത്. അപ്പം എന്താ പറയുക, സത്യമാകാനേ സാധ്യതയുള്ളൂ, അത് കള്ളമാകാൻ സാധ്യതയില്ല. അത് സത്യം തന്നെയാണ്. അപ്പൊ അത് പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. അത് നെഗറ്റീവ് ടോണിൽ വിളിക്കുന്നതുകൊണ്ടാണ് പ്രധാന മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ഭാഷയിലും വസ്ത്രധാരണത്തിലും സംസ്കാരത്തിലും അഭിമാനിക്കുന്നുവെന്നും സഭയിൽ ജോൺ ബ്രിട്ടാസ് എല്ലാ അംഗങ്ങളും തുല്യരാണെന്നും ഒരു തരത്തിലുമുള്ള വിവേചനം അനുവദിക്കില്ല എന്നും കിരൺ റിജിജു, സുഷ്മിത ദേവ്, ജോൺ ബ്രിട്ടാസ് എന്നിവർ ചേംബറിലെത്തണമെന്ന് രാജ്യസഭാ ചെയർമാൻ അറിയിച്ചു. A honorable member who I hold in high esteem, let me just say. That member came here and was disturbing me when I was fulfilling my obligation as a mover of the statutory resolution. So please. She repeatedly called me Lungiwala. അതായത് യഥാർത്ഥത്തിൽ സൗത്ത് ഇന്ത്യൻസിനെ പലപ്പോഴും നമ്മുടെ കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലങ്കാന അടക്കമുള്ള പ്രദേശങ്ങളെ പലപ്പോഴും ഡീമീൻ ചെയ്യാൻ വേണ്ടിയാണ് മദ്രാസി എന്ന് ലുങ്കിവാല എന്നൊക്കെ വിളിക്കുന്നത്. ലുങ്കി ഉടുക്കുന്നതിൽ തെറ്റില്ല, മദ്രാസിൽ നിന്ന് ഒരാൾ വരുന്നതിൽ തെറ്റില്ല. പക്ഷേ അങ്ങനെ വിളിക്കുന്നതിന്റെ പിന്നിൽ ഒരു തെറ്റായ കൊണോട്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ തെറ്റായ അർത്ഥമുണ്ട്. ഇതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലെ ആൾക്കാരും പലപ്പോഴും ഉണ്ട്. അവിടെയാണ് ഒന്നും അടിച്ചേൽപ്പിക്കരുത്. ഹിന്ദി അടിച്ചേൽപ്പിക്കരുത്, സംസ്കാരം അടിച്ചേൽപ്പിക്കരുത്, സംസ്കൃതം അടിച്ചേൽപ്പിക്കരുത്. ഈ രാജ്യത്തിന്റെ വൈവിധ്യവും ബഹുസ്വരതയുമാണ്. അത് ഭാഷയാകാം, മതമാകാം, വിശ്വാസമാകാം, വിഭാഗങ്ങളാകാം, വ്യത്യസ്ത സമ്പ്രദായങ്ങളാകാം. അത് സെലിബ്രേറ്റ് ചെയ്യണം. അത് അതിശക്തമായി തന്നെ ജോൺ ബ്രിട്ടാസ് റേസ് ചെയ്തു. അത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. നല്ല കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്താലും, കോൺഗ്രസ്സുകാർ ചെയ്താലും, പിന്നെ മുസ്ലിം ലീഗ് ചെയ്താലും, BJP ചെയ്താലും, ആപ്പ് ചെയ്താലും, CJP ചെയ്താലും, ആര് ചെയ്താലും നമ്മൾ അംഗീകരിക്കണം. അതിശക്തമായ പ്രതിരോധം ഉയർത്തിയ ജോൺ ബ്രിട്ടാസിന് അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും വെസ്റ്റ് ഇന്ത്യയും ഈസ്റ്റ് ഇന്ത്യയും എല്ലാം ഇന്ത്യ എന്ന സങ്കല്പത്തിൽ ഒന്നിച്ച് നിൽക്കുകയാണ്. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവിൽ പെരുമാറാനാകട്ടെ. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് വരുന്ന ഒരാളെ അധിക്ഷേപിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്നത് തെറ്റ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ജയ് ഹിന്ദ്.